മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഥയിലുണ്ട് മൂല്യം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാറുണ്ടോ? കഥ പറയാറുണ്ടോ? കഥ എഴുതാറുണ്ടോ? കഥ വായിക്കാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? ഇല്ല, അതിനൊന്നും ഇന്നിപ്പോൾ നമ്മളുടെ രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ നമുക്ക് മൊബൈലുകൾ തരികയാണ് കഥകൾ കേൾക്കാൻ, അല്ലേ? അവർ മൊബൈൽ കിട്ടുമ്പോൾ ചൂച്ചു ടി വി അല്ലെങ്കിൽ കൊച്ചു ടി വി അല്ലെങ്കിൽ യായോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞൊരു ചാനൽസൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ചാനലിൽ നിന്ന്, അതുപോലെ വണ്ടികളുടെ കുറിച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ വണ്ടികളുടെ കുറിച്ചുള്ള കഥകൾ കേൾക്കും. ദേവത കഥകൾ, ഫെയറി ടെയിൽസും ഒക്കെ കേൾക്കുന്നവരുണ്ട്, അല്ലേ? അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അത്ര അവർക്കൊരു സുഖം കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ അവർ മൊബൈലിന് അടിമപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിന്നെ നിങ്ങൾ മക്കളെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികൾക്ക് ഒരു ദിവസം ഒരു കഥയെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിലൂടെ അവരുടെ ബുദ്ധി വികസിക്കും, ബ്രെയിൻ വികസിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഓരോ ചിന്തകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. കഥ പറയുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അവർ കഥ പറയുമ്പോൾ അവരുടെ ആകർഷണമായ നോട്ടവും അതുപോലെ തന്നെ അവരുടെ ഭാവ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പല സംശയ ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലേ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, നിങ്ങൾ കുറച്ച് ടൈമെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, എത്ര പഠിക്കാത്ത കുട്ടികളാണെങ്കിലും കുറച്ച് മികവ് വരുന്ന ഉറപ്പാണ്. രക്ഷിതാക്കളെ, നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗുണപാഠമുള്ളതും അതുപോലെ തന്നെ ചിന്തിക്കുന്നതുമായ കഥകൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ചിന്തിക്കുന്നതും ഗുണപാഠമുള്ളതുമായ ഒരു കഥ. ഇത് 2 തക്കാളികളുടെ കഥയാണ്. ഒരു മഹാനായ മനുഷ്യൻ യാത്രയിലായിരുന്നു. അയാൾ നടന്ന് ഒരു വിജനമായ മരുഭൂമിയിലെത്തി. അയാൾക്ക് ദാഹവും ക്ഷീണവും അതുപോലെ തന്നെ ഉറക്കവും ഉണ്ടായിരുന്നു. പണ്ഡിതൻ തൊട്ടടുത്തൊരു വീട് കണ്ടു. അയാൾ അങ്ങോട്ട് ചെന്ന് വാതിലിൽ മുട്ടി. ആ വീട്ടുടമസ്ഥൻ വാതിൽ തുറന്നു. പണ്ഡിതൻ പറഞ്ഞു, എനിക്ക് ഇന്ന് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഇന്നിവിടെ കിടക്കാൻ ഇടം തരണം, അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും എനിക്ക് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും ഫ്രീ ആയിട്ട് തരണ്ട, എല്ലാത്തിനും കൂടെ ഞാൻ പണി എടുത്തുകൊള്ളാം, നിങ്ങൾ പറയുന്ന എന്ത് പണി വേണമെങ്കിലും ഞാൻ എടുത്തുകൊള്ളാം, ഉച്ചയാവുമ്പോൾ ഞാൻ പോയിക്കൊള്ളാം എന്നും പറഞ്ഞു. വീട്ടുടമസ്ഥൻ നല്ല ഒരു മനുഷ്യരായിരുന്നു. അയാൾക്ക് കിടക്കയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും കൊടുത്തു. അങ്ങനെ രാവിലെ ഇയാൾ ജോലിക്ക് പോയപ്പോൾ പണ്ഡിതൻ ചോദിച്ചു, ഞാൻ എന്ത് പണിയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ തൊഴുത്തിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു തൊഴുത്തിൽ കുറച്ച് തക്കാളികളുണ്ട്, അത് ചെന്ന് തുടച്ചിട്ട് ചെറുത് വേറെ കുട്ടയിലേക്ക്, വലുത് വേറെ കുട്ടയിലേക്ക്, അതുപോലെ തന്നെ ഇടത്തരം വേറെ കുട്ടയിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ വീട്ടുടമസ്ഥൻ ജോലിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഇതാണ്. പണ്ഡിതൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ വീട്ടുടമസ്ഥൻ ചോദിച്ചു, എന്തു പറ്റി? പണ്ഡിതൻ പറഞ്ഞു, ഇതിലേതാണ് വലുത്, ഇതിലേതാണ് ചെറുത്? അപ്പോൾ വീട്ടുടമസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വലുപ്പം അറിയില്ലേ? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഈ പുഴുക്കത്തേറ്റ വലിയ തക്കാളിയേക്കാൾ തക്കാളി ചെറുതാണെന്ന് ഞാൻ കരുതുന്നു. നേരെ മറിച്ച് ഒരു പുഴുക്കത്തും ഏൽക്കാത്ത ഈ ചെറിയ തക്കാളി വലുതാണെന്ന് ഞാൻ കരുതുന്നു. കൂട്ടുകാരെ, നാം ജീവിതത്തിൽ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, നാം ജീവിതത്തിൽ എത്ര പണം ഉണ്ടാക്കി എന്നുള്ളതല്ല നമ്മളെ വലുതാക്കുന്നത്.
നേരെ മറിച്ച് ഒരു പുഴുക്കുത്തുമേൽക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ വലുതാകുന്നത്. ജീവിതത്തിൽ നന്മയോട് കൂടി ജീവിച്ചാൽ നമ്മൾ എത്ര ചെറുതാണെങ്കിലും നമ്മൾ വലുതാകും. കാണാനുള്ള സൗന്ദര്യമോ തൊലി വെളുപ്പോ അല്ല നമ്മെ വലുതാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നന്മയോട് കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ചെറുതാണെങ്കിലും നമ്മൾ വലുതാകും എന്ന ഒരു വലിയ പാഠം ഈ കഥയിലുണ്ട്. കൂട്ടുകാരെ, നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക. ആരോടും ദേഷ്യം കാണിക്കരുത്. ദേഷ്യം നമ്മുടെ മനസ്സിൽ ദുർഗന്ധമുണ്ടാക്കും. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉദാഹരണ സഹിതം കഥകൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ മനസ്സിൽ നന്മ വളരട്ടെ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് കുട്ടികളെ മൊബൈലിന് അടിമപ്പെടുത്താതിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇനിയും നല്ല വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.